ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മൊബൈൽ ഫോണിൽ ഏതെങ്കിലും പ്രശ്നക്കാരായ ആപ്ലിക്കേഷൻ ഉണ്ടെന്ന് നമുക്കെങ്ങനെ ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കാൻ സാധിക്കും? ഇങ്ങനെ പ്രശ്നക്കാരായ ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ അത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നത്. അതായത് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഈ വൈറസ് ഉള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ ആണെങ്കിൽ നമ്മളെ ഫോണിൻ്റെ പെർഫോമൻസിനെയൊക്കെ ബാധിക്കും, എല്ലാത്തിനെയും തന്നെ ബാധിക്കും. പക്ഷേ ഞാൻ പറയും പോലെ യെല്ലോ കളറിലും റെഡ് കളറിലുമാണ് നിങ്ങളുടെ ഫോണിലുള്ള ഏതെങ്കിലും ആപ്ലിക്കേഷൻ ആ ആപ്ലിക്കേഷനിൽ കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ഉടനെ തന്നെ നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ ഫോണിൻ്റെ സ്പീഡ് പെട്ടെന്ന് കുറയാനും ഒക്കെ ചാൻസ് ഉണ്ട്. അത് വൈറസ് ഉള്ള ആപ്ലിക്കേഷനാണ്. അപ്പോൾ അതിനുവേണ്ടി സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. വെൽക്കം ബാക്ക് ടു ദ ദേവഹരി യൂട്യൂബ് ചാനൽ. വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൺ ചെയ്തതിന് ശേഷം അതിലാണെന്ന് ഓപ്ഷൻ കൊടുക്കുകയെങ്കിൽ മാത്രമേ ഞാനെന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇടുമ്പോൾ തന്നെ ലഭിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്തെങ്കിലും വൈറസ് ഉണ്ടോ എന്ന് അറിയാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. അതായത് യെല്ലോ കളറിലും റെഡ് കളറിലാണ് ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ഉടൻ തന്നെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക. അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൻ്റെ പെർഫോമൻസിനെയൊക്കെ ബാധിക്കും. ഗ്രീൻ കളറാണെങ്കിൽ പ്രശ്നമില്ല. ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഞാൻ ഈ പറഞ്ഞ പോലെ യെല്ലോ കളർ അല്ലെങ്കിൽ റെഡ് കളറാണെങ്കിൽ അത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക. അതിനുവേണ്ടി സഹായിക്കുന്ന ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ഒന്നായിരിക്കും കൊടുത്തിരിക്കുന്നത്. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുക. ശേഷം ഇവിടെ സ്കാൻ ചെയ്യാൻ എന്നാണ് പറയുന്നത്. ഇവിടെ ടിക്ക് കൊടുക്കുക. ശേഷം സ്കാൻ ആവണവരെ വെയിറ്റ് ചെയ്യുക. ഇവിടെ ഞാൻ ഉപയോഗിക്കുന്ന എല്ലാ ആപ്ലിക്കേഷനും ഇവിടെ ശരി തന്നെയാണ്. എല്ലാ ആപ്ലിക്കേഷനും ജിയോ ഹോട്ട്സ്റ്റാറിന് മാത്രം ഇവിടെ ഒരു കുത്തിയിട്ടിട്ടുണ്ട്. പക്ഷേ അതിൽ ഒന്നും അവർ പറയുന്നില്ല. അതും ശരി തന്നെ ആയിരിക്കാം, വേണമെങ്കിൽ ശരിയല്ലാതിരിക്കാം. വേറെ നമ്മൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനെല്ലാം ഓക്കെ തന്നെയാണ്. നിങ്ങൾക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് അൺലോൺ ദിസ് ജിയോ ഹോട്ട്സ്റ്റാർ ആപ്ലിക്കേഷൻ്റെ ഒരുപാട് ഡീറ്റെയിൽസൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ കുറേ ഡീറ്റെയിൽസൊക്കെ കാണാം. ഇപ്പോൾ നമ്മൾ കണ്ടത് ഇവിടെ എല്ലാ ഇതും എനിക്ക് ഇതാണ് ഓക്കെയാണ്. ജിയോ ഹോട്ട്സ്റ്റാർ മാത്രം ഡൗട്ട് ഉള്ളതുകൊണ്ട് അവർ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് വച്ചിരിക്കുകയാണ്. ഇത് യൂസർ ആപ്സ് ആണ്. ഇനി നമുക്ക് സിസ്റ്റം ആപ്സ് നോക്കാം. സിസ്റ്റം ആപ്സ് ഞാൻ പതുക്കെ തന്നെയാണ് പോകുന്നത്. സിസ്റ്റം ആപ്സ് പ്ലേ സ്റ്റോർ ആൻഡ് സിസ്റ്റം ആപ്പുകളും എല്ലാം എനിക്ക് ഓക്കെ തന്നെയാണ്. ഇത് ബ്രൗസറും പിന്നെ ഗൂഗിൾ സെർച്ചും പിന്നെ കുറച്ച് ആപ്ലിക്കേഷൻ മാത്രം അവർ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. അത് ചിലപ്പോൾ ഓക്കെ ആയിരിക്കും, ചിലപ്പോൾ ഓക്കെ അല്ലായിരിക്കും. ഇവിടെ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. എല്ലാ വിവരങ്ങളും ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത് വളരെ ചെറിയൊരു വീഡിയോ ആയിരുന്നു. നിങ്ങൾക്ക് ഒരു ഇതായിക്കോട്ടെ എന്ന് പറഞ്ഞ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇത്. പിന്നെ നിങ്ങൾക്ക് വീണ്ടും വേണമെങ്കിൽ സ്കാൻ ചെയ്യാം. നിങ്ങൾക്ക് ഇതില്ലെങ്കിൽ ഞാൻ സ്കാൻ എടുക്കുകയാണ്.
സ്കാൻ ആവുന്നവരെ വെയിറ്റ് ചെയ്യുക. എടുത്ത് ചാടി അങ്ങ് പോയത്. സ്കാൻ ഞാൻ കുറച്ച് സ്പീഡിൽ വിടാം. ഓക്കെ, എനിക്കിപ്പോൾ സ്കാനായി വന്നിട്ടുണ്ട്. ഇതെല്ലാം തന്നെ എനിക്ക് ഓക്കെ എന്നാണ് പറയുന്നത്. എല്ലാ ആപ്ലിക്കേഷനും ഓക്കെയാണ്, എല്ലാം ടിക്ക് തന്നെയാണ്, എല്ലാം സക്സസ്ഫുള്ളിയാണ്. അപ്പോൾ എൻ്റെ എല്ലാം സക്സസ്ഫുള്ളിയാണ്. ഇനി നിങ്ങളെ ഇതിൽ ഞാൻ പറഞ്ഞ പോലെ യെല്ലോ അല്ലെങ്കിൽ റെഡാണ് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്ത് ഉടനെ തന്നെ ആ ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയേണ്ടതാണ്. നിർബന്ധമായിട്ട് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയണം. അല്ലെങ്കിൽ നിങ്ങളെ സ്റ്റോറേജ് പോയപ്പോൾ പിന്നെ ഫോണിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും. അപ്പോൾ ഇത് ഒരു ചെറിയ അറിവായിക്കോട്ടെ എന്ന് പറഞ്ഞ് ചെയ്യുന്ന വീഡിയോ ആണ്. എന്തുകൊണ്ടും നല്ല ഒരു ആപ്ലിക്കേഷൻ തന്നെയാണിത്. ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ടാകും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് എടുക്കാവുന്നതാണ്. ഓക്കെ, ഇത് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ അറിവായിക്കോട്ടെ എന്ന് പറഞ്ഞ് ചെയ്യുന്ന വീഡിയോ ആണ്. ആരും തെറ്റിദ്ധരിച്ച് ഈ വീഡിയോ കാണരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇങ്ങനത്തെ എല്ലാത്തരം ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാൻ ചെയ്യുന്നതെന്ന് യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അതിലാണ് ഓപ്ഷൻ കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇടുമ്പോൾ തന്നെ ലഭിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെയും ഗുഡ് ബൈ.